ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു റെസിപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയില് അങ്ങനെ കൊഴുപ്പ് കൂടിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി പോഷകങ്ങൾ കിട്ടുന്ന വിധത്തിൽ ഇപ്പോൾ വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ കഴിക്കാൻ ശ്രമിക്കണം. നമ്മളപ്പോൾ ശരീരത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും നമ്മളുടെ ആഹാരത്തിൽ നിന്നാണല്ലോ അധികം കിട്ടുന്നത്. അപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾക്ക് ലഭിക്കും. അപ്പോൾ മുൻകാലങ്ങളിൽ നമ്മൾ സോപ്പ്, കഷായം ഇതൊക്കെയല്ലേ കഴിച്ചിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതേപോലെ, അതായത് അതിനൊന്നും നമുക്ക് നേരില്ല. അതുകൊണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് സവാള കട്ട് ചെയ്തിട്ടു, കുറച്ച് കോളിഫ്ലവർ, കുറച്ച് പൊട്ടറ്റോ, കുറച്ച് ബീൻസ്. ഇനി നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മാറ്റങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കണം. കാരണം നമ്മൾ ഏജ് ആവും തോറും നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ വരും. കണ്ണിന് കാഴ്ചക്കുറവ്, എല്ലിന് ബലക്കുറവ് എല്ലാം. ഇപ്പം ഞാൻ ചേർക്കുന്നത് തക്കാളി പ്യൂരിയാണ്. അതില്ലെങ്കിൽ തക്കാളി കുറച്ച് അരിഞ്ഞിട്ടാലും മതി. പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ടിട്ട് നമ്മൾ ചേർക്കാൻ പോണ പൊടികളാണ് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്. ഇതെല്ലാം ഒന്നിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഒരു പ്രത്യേകതയുള്ളത് എണ്ണയില്ല, നാളികേരമില്ല, അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ഇത് വെറുതെ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് ക്യാരറ്റ് കൂടി ചീവിയത്, അതില്ലെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത് ക്യാരറ്റ് ഇട്ടാലും മതി. ഇത് ചീവിയതുള്ളത് കൊണ്ട് കേട്ടോ ഞാനത് അങ്ങനെ ഇട്ടത്. ഇനി കുറച്ച് കറിവേപ്പില അതും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇളക്കി അടുപ്പിൽ വയ്ക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഏത് ആൾക്കാർക്കും ഇതുണ്ടാക്കാം. അതായത് പാചകം അറിയാത്തവർക്ക് പോലും ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കറക്റ്റായിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. അതായത് മഞ്ഞൾ കുറവേ പാടുള്ളൂ. മല്ലിപ്പൊടി മുളക് പൊടിയേക്കാളും കുറച്ച് കൂടുതൽ, മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് അങ്ങനെയാണ് ഇതിൽ ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ഒഴിച്ചു, എന്നിട്ട് അടച്ച് വയ്ക്കുക. വെള്ളം കുറച്ചും കൂടി വേണ്ടി വരും കേട്ടോ. ഒരു 3 ഗ്ലാസ് വെള്ളമെങ്കിലും ചുരുങ്ങിയത് വേണ്ടി വരും. കാരണം ഇതിൻ്റെ കുത്ത് പോകണം. നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ കുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടിയോ ചോറിൻ്റെ കൂടിയോ ഒക്കെ നമുക്കിത് കഴിക്കാം. നല്ല രുചിയാണ്. ഇപ്പോൾ എണ്ണ ഒഴിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് കരുതരുത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് നാട്ടിലേക്ക് പോവാണ്. അതിൻ്റെ ഒരു തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി, ഈ കറി ഉണ്ടാക്കി കയ്യിൽ പിടിച്ചു. ഇനി വീട്ടിൽ അവിടെ ചെന്നിട്ട്, നാട്ടിൽ ചെന്നിട്ട് അത് കഴിക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ രാവിലെ തന്നെ അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അത് പെട്ടെന്നാണ് പോകേണ്ടി വന്നത്. അപ്പോൾ എല്ലാം എപ്പോഴും കൊണ്ടുപോകുമ്പോൾ ഒരു എന്തെങ്കിലും ചപ്പാത്തിയോ എന്തെങ്കിലും കയ്യിൽ പിടിക്കുക, അല്ലെങ്കിൽ ദോശമാവ് അങ്ങനെയൊക്കെ കയ്യിൽ പിടിച്ചിട്ട് പോകും. അവിടെ ചെന്നിട്ട് അതുണ്ടാക്കും. അങ്ങനെയാണ്. നല്ല വെയിലായി തുടങ്ങി. മുമ്പൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ മഴയാണ്. ഇപ്പോൾ മഴയൊക്കെ മാറി ഒരു മഞ്ഞും വൃശ്ചികമാസം, വൃശ്ചികക്കാറ്റ്, ഇതൊക്കെയാണ് നമ്മളെ നാട്ടിലത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. വൃശ്ചികക്കാറ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഭൂതിയാണ് അല്ലേ. അപ്പം ഞങ്ങൾ കനാലിൻ്റെ തീരത്തിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ.